പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് ചെറുപുഴ പഞ്ചായത്ത് ധനസഹായം നൽകും. പഞ്ചായത്തിൽ സന്നദ്ധ സംഘടനകളുടെ യോഗം ചേർന്നു. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കാര്യംകൂട് പുഴയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മീൻതുള്ളിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട റാപ്പിംഗ് ഇൻസ്ട്രക്ടർ രാജേഷിന്റെ കുടുംബത്തിന് ചെറുപുഴ പഞ്ചായത്ത് ധനസഹായം നൽകും. ഇതിനായി പഞ്ചായത്തിൽ സന്നദ്ധ സംഘടനകളുടെ യോഗം ചേർന്നു. തീർത്തും നിർധനരായ കുടുംബമാണ് രാജേഷിൻ്റെതെന്നും 2 കുട്ടികളും ഭാര്യയും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തെ സഹായിക്കേണ്ടതുണ്ടെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. തഹസീൽദാർ അടക്കമുള്ളവരുടെ എല്ലാവരുടെ നേതൃത്വ മീറ്റിങ്ങുകൾ വിളിച്ചു വന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടി എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുണ്ട്. ഇവിടെ ഇരിക്കുന്ന സംഘടനകൾ തന്നെ ഒരുപാട് സഹായങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുണ്ടാവും. ഇനി ഒരുപക്ഷെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ആവശ്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യം നമുക്കൊരു ഏകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മീറ്റിംഗ് വിളിച്ചെടുത്തിരിക്കുന്നത്. ഓരോ വാർഡുകളിലും എത്ര കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്നൊക്കെ ഏകദേശം ലിസ്റ്റ് അവരുടെ വാർഡ് മെമ്പർമാർ തലത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പരിപൂർണ്ണമല്ല, ഈ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിൽ പോലും പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് അടിയന്തര ഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു ലിസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത്തരക്കാരെ നമ്മൾ സഹായിക്കാൻ നമുക്ക് എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതിനെ പറ്റിയുള്ള നമുക്ക് വിവിധമായ സംഘടനകൾ സഹായിക്കാൻ പറ്റുന്ന സംഘടനകളുള്ളത് ക്ലബുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് അതാരൊക്കെ ചെയ്യാൻ കഴിയും, നമുക്ക് ഏകോപനം സൃഷ്ടിക്കാം എന്നാണ് എൻ്റെ ഉദ്ദേശം. കർഷകർ വിഷമകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചെറുപുഴ പഞ്ചായത്തിൻ്റെ കരുത്താൻ ആവശ്യമാണ് എന്നാണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടുത്തെ വാർഡ് മെമ്പറുമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അത്തരം ഒരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം അത് രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മുഴുവൻ ആൾക്കാരെയും മുഴുവൻ ജനപ്രതിനിധികളെയും സന്നദ്ധ പ്രവർത്തകരെല്ലാം ഭാഗമായി സ്വാഗതം ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് അധ്യക്ഷത വഹിച്ചു. ഏകദേശം ഒരു കണക്ക് നമ്മൾ വാർഡ് മെമ്പർമാർ മുഖേന ഇവിടെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ വീട്ടു സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ട് വീടടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോയവരാണ് 52 പേരാണ്. മൊത്തം നാശനഷ്ടം സംഭവിച്ചവർ 220 പേരാണ്. 1 തൊട്ട് 10 വരെയുള്ള വാർഡുകളിലായി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് 220 പേരാണ്. അതിൽ വീട് ഭാഗികമായും പൂർണ്ണമായും നഷ്ടപ്പെട്ടവരാണ് 124 പേരുണ്ട്. അപ്പം ഇത്രയേറെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനോടകം തന്നെ പല സന്നദ്ധ സംഘടനകളും ഇളയും വിളിച്ചതനുസരിച്ച് അവരെ ക്യാമ്പ് ദിവസങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പോയപ്പോൾ രാജേഷിൻ്റെ കുടുംബത്തെ കണ്ടപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടുത്തെ പഞ്ചായത്തുമായി സംസാരിച്ചപ്പോൾ അവരുടെ വിശ്വാസം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തും അവരെ ഒന്ന് സഹായിക്കേണ്ട കഴിക്കാൻ കാണേണ്ട എന്നൊരു ചിന്താധാരണ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തോന്നുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു തീരുമാനങ്ങളും ചർച്ചകളും ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ നമുക്കുണ്ടാകാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം, പഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ ഭാരവാഹികളായ കെ സുരേഷ് കുമാർ, ജെ സെബാസ്റ്റ്യൻ, MV ശശി, PM സെബാസ്റ്റ്യൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നമ്മൾ കേരളത്തിലെ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ വായിച്ച് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ ലേഖനങ്ങൾ വരുന്നു. അദ്ദേഹം കേരളത്തിൽ എവിടെ ദുരന്തമുണ്ടോ ആ ദുരന്തം നടക്കുമ്പോഴൊക്കെ ദുരന്തം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി സാഹസികമായി അദ്ദേഹത്തിന്റെ സാഹസികത ഉപയോഗിച്ചുകൊണ്ട് ആ ദുരന്തം പുറത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഇവിടെയും അദ്ദേഹത്തിന്റെ ജീവൻ കളഞ്ഞത് മറ്റ് ജീവൻ രക്ഷിക്കുന്നതിന് പോയിട്ടാണ്. അത് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോട് കാണേണ്ടതാണ്. അദ്ദേഹം പോയി അദ്ദേഹത്തെ ചാടുകയോ അല്ലെങ്കിൽ അതിനകത്ത് ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഇവയല്ല, അദ്ദേഹം ഒരു ജീവൻ രക്ഷിക്കാൻ പോയി. ആ ജീവൻ രക്ഷിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ചെറുപുഴ പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വളരെ ഗൗരവമായി തീരുമാനിക്കണം. അതിലേക്ക് പറയാനുള്ളത് പഞ്ചായത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ആ ഒരു വലിയൊരു ഭാഗം കൂടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുട്ടികളുടെ പണിക്കുന്നുണ്ട്. വീടുകൾ നമുക്കറിയാം
പൂർണ്ണമായിട്ട് പോയതിനെയോ നമ്മൾ ഒറ്റനോട്ട് നോക്കിയാൽ ആ വീടുകൾ അവിടെയുണ്ട്. പക്ഷേ വീടിന്റെ 2 ഒറ്റത്തുകൂടി വലിയ തോടുവഴുകി അവിടെ പല അക്കരെ നമ്മളുടെ വലിയ സ്വരൂപിക്കുന്ന പഞ്ചായത്തിന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പുറമെ നിന്നുള്ള സഹായങ്ങൾ സ്വീകരിക്കുന്നതോ അത് ശുദ്ധീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രാദേശികമായുള്ള സഹകരണം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഏകദേശം 25 കുടുംബങ്ങൾക്ക് വ്യാപാരികൾ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഞങ്ങളുടെ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ സഹായം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംഘടനയ്ക്കാണെങ്കിൽ അവിടത്തേക്കുള്ള ഫണ്ടുകൾ സമാഹരിക്കേണ്ട ഉത്തരവാദിത്വങ്ങളുണ്ട്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.